ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇനി ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായ താൻ വരുവോ? മത്സരം ഉണ്ടായ ഞാൻ വരേണ്ട കാര്യം എന്തുവാ? പിന്നെ ആര് പാചകം ചെയ്യും? പ്രിയങ്കയ്ക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ പോലും അറിയില്ല. ആ വിഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് താനല്ലേ? കള്ളം പറയരുത്, അവള് കഷ്ടപ്പെട്ട് ചെയ്താ. ഈ മത്സരം കൊണ്ടുണ്ടായ ഗുണം ഈ വീട്ടിലേക്ക് കയറി വന്ന 2 പെൺകുട്ടികളും വീട് പരിപാലിക്കാനും അടുക്കളയിൽ കയറാൻ പഠിച്ചു എന്നതുമാണ്. ഈ മത്സരത്തില് എന്താ സംഭവിച്ചെന്ന് എല്ലാവരും ഒരുപോലെ കണ്ടതാ. അതുകൊണ്ട് സംശയമൊന്നുമില്ലാതെ പറയാം, മത്സരത്തിൽ ജയിച്ചത് പ്രിയങ്കേ. കൺഗ്രാറ്റുലേഷൻസ് മോളെ. താങ്ക്സ് അച്ഛാ. ഏയ് കൽപ്പന, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ കാണിക്കണം. തോറ്റാലും ജയിച്ചാലും ഒരു മാന്യതയുണ്ട് അല്ലേ? ആ, നീ ആ പ്രിയങ്ക ഒന്ന് കൺഗ്രാറ്റുലേറ്റ് പോ. കൺഗ്രാറ്റ്സ്. താങ്ക് യു ഏട്ടത്തി. ഇതാ മോളെ. അമ്മേ, അമ്മയ്ക്ക് എന്താ കണ്ണു പിടിക്കുന്നില്ലേ? ദേ പ്രിയങ്ക ഇപ്പുറത്താ നിൽക്കുന്നത്. ഓ, താങ്ക് യു മുത്തശ്ശി. സമ്മാനത്തിനൊപ്പം വേറൊരു കാര്യം കൂടി മുത്തശ്ശി പറയാം. ഇന്നു പാചകം ചെയ്തതുപോലെ ഇനി എന്നും മോളാ പാചകം ചെയ്യേണ്ടത്. ചെയ്യാം മുത്തശ്ശി. മുത്തശ്ശി, ഞാനെന്നാ ഷൂട്ട് കഴിഞ്ഞ് ടാറ്റോശ്ശേരിയിലേക്ക് പോയാലോന്ന് ആലോചിക്കുക. ഏയ് പറ്റില്ല, ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം. അയ്യോ, അത് പറ്റില്ല മോളെ. എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലണം. തിരക്ക് പിടിക്കേണ്ട കുട്ടി, കുറച്ചു ദിവസം ഇവിടെ നിക്ക്. അതൊക്കെ ഒരു രസമല്ലേ? മോളെ, മോള് കൂടെ ഉണ്ടാവുമ്പോ പ്രിയങ്കയുടെ കാര്യങ്ങളില് ഒരടക്കവും ഒതുക്കവും കൈപ്പുണ്യവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കണം. മോളെ, ഞാൻ യശോദയെ വിളിച്ചു പറയട്ടെ? ചേച്ചി, ഇവരൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചേച്ചി എന്താ നിക്കാന്ന് പറയാത്തെ? അല്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ മോളെ. രാധികേ, പ്രിയങ്കയാണ് നിർബന്ധിക്കുന്നതെങ്കിലും എന്റെയും മനസ്സിൽ അതുണ്ട് കേട്ടോ. നിൽക്കാൻ നോക്കുമോളെ. ചേച്ചി, എടാ, ഒരു മാല പോയാലെന്താ? എന്റെ ചെറുക്കന്റെ ആഗ്രഹം സാധിച്ചില്ലേ?
ആ അത് സാധിച്ചു. പക്ഷേ രാധിക പോകാൻ തീരുമാനിച്ചാലോ? എല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യ. ആലോചിച്ചാൽ ഉത്തരം കിട്ടും. മുത്തശ്ശി പ്രിയങ്കയ്ക്ക് കൊടുത്ത മാല കൊള്ളാല്ലേ? പാചകം ഗംഭീരമായിരുന്നു. എല്ലാ ഐറ്റത്തിനും എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ആ മത്സരല്ലേ, വാശിയേറിയ പ്രിയ എന്ത് വേണേലും ചെയ്യും. താനേ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു പോകണോ? ആ അതെ. തീരുമാനം മാറ്റില്ല? എന്തായാലും ഇല്ല. മത്സരം അവസാനിച്ചുകൊണ്ടാണോ പോകുന്നേ? ഇനി ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായാ താൻ വരുവോ? മത്സരം ഉണ്ടായ ഞാൻ വരേണ്ട കാര്യം എന്തുവാ? പിന്നെ ആര് പാചകം ചെയ്യും? പ്രിയങ്കയ്ക്ക് അടുക്കള കയറി കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ പോലും അറിയില്ല. ആ വിഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് താനല്ലേ? കള്ളം പറയരുത്, അവള് കഷ്ടപ്പെട്ട് ചെയ്താ. ആണോ? എങ്കിലേ സത്യം മാത്രം പറയുന്ന രാധിക ദേ ഇത് നോക്കി. കണ്ടു നോക്ക്. ഇനി പറ, പ്രിയങ്കയുടെ കഷ്ടപ്പാട് കൊള്ളാവോ? അത് ഞാൻ പിന്നെ അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചോണ്ടാ. ആയിക്കോട്ടെ. പക്ഷേ ചേച്ചി അനിയത്തിയും കൂടി രഹസ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിന്റെ പുറകിൽ എന്റെ ക്യാമറ കണ്ണുകൾ ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലേ? പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇതാരും കാണിക്കരുത്. ആ ഓക്കെ. പക്ഷേ പ്രതിഫലമല്ലാതെ വേറെന്ത് എനിക്ക് തരും? ഞാൻ എന്ത് തരാനാ? പക്ഷെ മനസ്സിൽ നന്ദി ഉണ്ടാവും. അയ്യടാ, നന്ദി ആർക്ക് വേണം? ഈ വഴി കിടന്ന ഒരാൾക്ക് 10 രൂപ കൊടുത്താ അയാൾക്കുണ്ടാവില്ലേ നന്ദി? പിന്നെന്താ വേണ്ടേ?